ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിലത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സരയുനെയാണ്. സരയു ആണെന്നുണ്ടെങ്കിൽ താരയുടെ മെസ്സേജോ കോളോ വരാൻ വേണ്ടി കാത്തിരിക്കുക കേട്ടോ. ഷാരി പറയുന്നുണ്ട്, ഇതുവരെ താരയുടെ മെസ്സേജും കോളൊന്നും വന്നില്ലല്ലോ മോളെ. വരട്ടെ, വന്നു കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് സരയു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കാൻ സരയുന്റെയും കിരണിന്റെയും വിവാഹമാണ്. ഒരു ചെറിയൊരു കാവിൽ വെച്ചിട്ട് രണ്ടുപേരും പരസ്പരം വിവാഹം കഴിക്കുകയാണ് മാലയിട്ടിട്ട്. പ്രാർത്ഥിച്ചതിന് ശേഷം കിരൺ സരയുനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിവാഹം ഇതുപോലെ ചെറുതായിട്ട് നടത്തിയത് നിനക്ക് വല്ല വിഷമമുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലടാ, നമ്മുടെ വിവാഹം രണ്ടുപേരുടെ വിവാഹം ആദ്യ വിവാഹം ആഡംബരമായിട്ട് നടത്തിയതാണല്ലോ. എന്നിട്ടിപ്പോ എന്തായി? രണ്ടുപേരുടെ കൂടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് രണ്ടുപേർക്കും വന്നില്ലേ? അത് നീ പറഞ്ഞ ശരിയാണ്. കല്യാണിനെ മറക്കാൻ എനിക്കിപ്പോഴും സാധിക്കുന്നില്ല സരയു എന്ന് പറയണം. എടാ, നമ്മൾ ഒന്നായത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതെ, ഞാൻ അത് മാത്രമേ മുന്നിൽ കണ്ടുള്ളൂ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടുപേരും ഒന്നായത്. എന്റെ മകന് ഒരു അമ്മയും നിന്റെ മകൾക്ക് ഒരു അച്ഛനും വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ ഒന്നായി എന്ന് പറയണം. സരയു പറയുന്നുണ്ട്, എടാ എനിക്കിപ്പോഴും സുരക്ഷിതത്വമൊക്കെ തോന്നുവാണ്. എന്തോ വല്ലാത്തൊരു പ്രൊട്ടക്ഷൻ പോലെ നീ എന്റെ കൂടെ പ്രത്യേക ധൈര്യമാണ് എനിക്ക്. മുമ്പ് ഞാൻ ഒരുപാട് സ്നേഹിച്ച് പ്രണയിച്ചതല്ലേ നിന്നെ. നിന്നെ എനിക്കെന്നെ കിട്ടിയത് ഈ ഒരു അവസരത്തിലാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തുളസിമാല മേടിച്ച് കഴുത്തിലേക്ക് കണ്ടിട്ട് അവിടെ ആ കാവിൽ അങ്ങനെ നിൽക്കുവാട്ടോ. സരയു അതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഷാരി ചോദിക്കണ്ട്, എന്താ മോളെ നീ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കാണുമായിരുന്നു. എന്താ നീ കണ്ടത്? കിരണത്തുള്ള സന്തോഷമുള്ള ജീവിതം. ഇനിയിപ്പോ ആ ജീവിതം മുന്നിൽ കിട്ടാൻ പോകുമല്ലേ. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആ ജീവിതം എനിക്ക് കൈവരാനായിട്ട്. അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നിൽക്കുമായിരുന്നു ഞാൻ. മോളെ, വെറുതെ ആവശ്യമില്ലാത്ത ചിന്ത കാട് കയറ്റി ചിന്തിക്കേണ്ട, വെറുതെ ഒരുപാട് ചിന്തിച്ചു കൂട്ടണ്ട മോളെ എന്നൊക്കെ പറയണോ. തുടങ്ങി നെഗറ്റീവ്. നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? അത് നടക്കാനായിട്ട് പോകുന്ന കാര്യമാണ്, അതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ആരോ ബെല്ലടിക്കതായിട്ടോ, ഇങ്ങനെ ഡോറിന്റെ ബെല്ലടിക്കാണ്. കിരൺ വാതിൽ തുറന്നു വരുന്നുണ്ട്. കിരണിനെ കാണുമ്പോ സരുവിനെ ഭയങ്കര സന്തോഷാവാണ്. കിരണേ, നീയോ? നിന്റെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാത്രമല്ല കൂടെ ഒരാളും കൂടി ഉണ്ട് എന്ന് കിരൺ പറയണം. നോക്കുമ്പോ കല്യാണിയാണ് വരുന്നത്. കല്യാണിനെ കാണുമ്പോ സരയു ആകെ ഞെട്ടി നിൽക്കാണ്. ഷാരി ആണെങ്കിൽ സരയുനെ നോക്കിയിട്ട് നേരെ കല്യാണിനെ നോക്കുന്നുണ്ട്. രണ്ടുപേരെ മാറി മാറി നോക്കാട്ടെ സരയു. സരയുനോട് കിരൺ ചോദിക്കണ്ട്, എന്താടി സരയു നീ കല്യാണിനെ ഇങ്ങനെ അന്തം വിട്ട് നോക്കണത്? ഒന്നുമില്ലടാ, കല്യാണി അമ്മേനെ കാണാൻ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞായിരുന്നോ? അതാ ഞാൻ നോക്കിയത്. ഞാൻ കാണാൻ പോയായിരുന്നു. താരാന്റെ അടുത്ത് സംസാരിച്ചു, പക്ഷെ താരാന്റെ ഒരക്ഷരം പോലും എന്നോട് പറഞ്ഞില്ല. തിരിച്ചും മറിച്ചും ഒക്കെ ഞാൻ ചോദിച്ചു. താരാന്റെ നല്ലൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു. ആ ജ്യൂസും കുടിച്ച് എനിക്ക് തിരിച്ചും കൂടെ പോരേണ്ടി വന്നു. ആന്റിക്ക് ഒരേ ഒരു കരച്ചില് മാത്രം, കരഞ്ഞോണ്ടേ ഇരിക്കുമായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയില്ല സരയു. ഞാൻ എന്തായാലും ചൊല്ലിട്ടു. ഇനി നീ വേണം കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ. സരയു പറയണ്ട്, ഞാൻ ചോദിച്ചാലും അങ്ങനെ തന്നെയാ കരഞ്ഞോണ്ടായിരിക്കാറ്, ഒന്നും പറയാറുമില്ല. ഇത് കേൾക്കുന്ന കിരൺ പറയണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഒരു നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. ഇപ്പൊ ആന്റി ഇവിടെ കിടക്കുകയാണല്ലോ, ഇവിടെ നല്ല സൈക്കാട്രിസ്റ്റ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ താരാന്റിനെ ഇവിടെ തന്നെ കാണിക്കാം. അപ്പൊ രണ്ടുപേരും ഇവിടെ കാണിക്കുമ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. എന്തായാലും കല്യാണിയോടൊരു കാര്യം പറഞ്ഞു. നീ പറഞ്ഞതാന്നാ പറഞ്ഞത്, രാഹുൽ അങ്കിൾ മരിച്ച പിന്നെയാണ് താരാന്റിക്ക് ഇങ്ങനെ ഉണ്ടായെന്ന്. അപ്പൊ സരയു പറഞ്ഞ, അതേടാ, അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടാ പിന്നെ അമ്മ ഇങ്ങനത്തെ രീതിയിലൊക്കെ പെരുമാറാൻ തുടങ്ങിയത്. അത് കേൾക്കുന്ന കിരൺ പറയുന്നുണ്ട്, എങ്കിലത് താരാനിയുടെ അഹങ്കാരമായിട്ട് ഞാൻ കണക്കിലാക്കുള്ളൂ. കാരണം രാഹുൽ അങ്കിൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചേക്കണ താരാന്റിനെയാണ്. ഈ കിടക്കുന്ന ഷാരിയാനിനെ പോലും അത്ര അങ്ങോട്ട് വേദനിപ്പിച്ചിട്ടില്ല. എന്നിട്ടും താരാന്റിക്ക് അങ്കിളോട് ഒരു ദേഷ്യവും ഇല്ലെങ്കിൽ അങ്കിളിനെ ആന്റിക്ക് ചികിത്സ കൊടുത്തേ പറ്റും. എന്തായാലും ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോവാണ്. ആന്റിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല മോനെ, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നേ ഉള്ളൂ. അതെ, മുറിവൊക്കെ തന്നിട്ട് കരിയട്ടെ, എന്നിട്ട് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണിയും അവിടെ നിന്ന് പോവാട്ടോ. അവര് പോയി കഴിയുമ്പോഴേക്കും സരയു പറയണ്ടു, കണ്ടില്ലേ അവള് വന്നത് കണ്ടില്ലേ, അവൾക്കൊന്നും സംഭവിച്ചില്ല, അവൾക്ക് നല്ല ജ്യൂസാണ് അത്രേ അവര് കൊടുത്തത്. അപ്പൊ അവരെ ഞാൻ ഇന്ന് കൊല്ലും. ആ വിഷം കലക്കിയ ജ്യൂസ് ഉണ്ടല്ലോ, ഞാൻ അവരെ കൊണ്ടുതന്നെ കുടിപ്പിക്കും. നോക്കിക്കോ, അവരെ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ അവരുടെ അടുത്തേക്ക് പോവാ. അവരെല്ലാം എന്നെ പ്രസവിച്ചത് നിങ്ങളാ എന്നെ പ്രസവിച്ചത്, എന്നെ വളർത്തിയതും നിങ്ങളാ എന്റെ യഥാർത്ഥ അമ്മ, അവരല്ല എന്ന് പറയുമ്പോഴേക്കും ഷാരി പറയണ്ടേ, ഞാൻ പറഞ്ഞില്ലേ മോളെ, ഒരിക്കലും താരക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവള് നിന്നെ പോലെ തന്നെയാ കല്യാണിനെ കാണുന്നത്. ഞാൻ ഗുണ്ടക്ക് വാതിലൊക്കെ തുറന്നു കൊടുത്ത പോലെ ഒരിക്കലും താരക്ക് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ അവരെ വെച്ചിട്ടുണ്ട്, അവരുടെ രണ്ട് വർത്താനം ഞാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ സരയു നേരെ വീട്ടിലേക്ക് പോവാട്ടോ. എന്നിട്ട് വാതിൽ കൊട്ടി തുറക്കുകയാണ്. തുറന്നതിന് ശേഷം, താരേ, എടി താരേ, നീ കേൾക്കുന്നില്ലേടി, എടി താരേ എന്നൊക്കെ വിളിച്ചിട്ട് അകത്തേക്ക് കയറുകയാണ് സരയു.
റൂമിലൊന്നും തന്നെ താരയില്ല കേട്ടോ. നിങ്ങൾ കല്യാണിക്ക് നല്ല ജ്യൂസ് കൊടുത്തല്ലേ, എന്നിട്ട് നിങ്ങൾ എന്നെ പറ്റിച്ചല്ലേ, ചതിച്ചല്ലേ, നിങ്ങൾ ചതിച്ച്. നീ താരയല്ല താടകയാണ്, എവിടെയാണ് നീ ഒളിച്ചു നിൽക്കുന്നത്, താരെ എടി താരെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വാതിൽ തുറക്കുമ്പോഴേക്കും താര എഴുതിയ ലെറ്റർ അവിടെ ഉണ്ട് കേട്ടോ. സരിയു ആ ലെറ്റർ എടുക്കാണ്. ശേഷം അത് വായിച്ചു നോക്കുന്നുണ്ട്. അതിലെഴുതിയിരിക്കണ എന്റെ പ്രിയപ്പെട്ട സരിയു മോൾക്ക്, മോളെ എനിക്ക് നീയും കല്യാണിയും ഒരുപോലെയാണ്. കല്യാണിനെ കൊല്ലാൻ എനിക്ക് സാധിക്കില്ല, എനിക്കെന്നല്ല ആർക്കും സാധിക്കില്ല. നീയും ആ ഒരു ചിന്ത പാടെ ഉപേക്ഷിക്കണം. കല്യാണി മോളെ കൊന്നിട്ട് ഒരു ഇതും നിനക്ക് കിട്ടാനില്ല മോളെ. അങ്ങനത്തുള്ള ജീവിതം ശാശ്വതമായിട്ടുള്ള ഒരു ജീവിതം ആയിരിക്കില്ല. അമ്മക്ക് ഈ ജീവിതത്തിൽ ഒരേ ഒരു ഇത് മാത്രമേ പ്രാർത്ഥന മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മോളെ കാണണം എന്നുള്ള പ്രാർത്ഥന. ആ മോളെ ഞാൻ കണ്ടു. ആ മോളെ മാത്രമല്ല കൊച്ചുമകളെയും കണ്ടു. ലാളിക്കേണ്ട അത്ര കുറച്ചു ദിവസങ്ങളാണെങ്കിൽ നന്നായിട്ട് ലാളിച്ചു, സ്നേഹിച്ചു. ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് ജീവിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കല്യാണിനെ കൊല്ലാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, നീയും കല്യാണിയും എനിക്ക് ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ലെറ്ററിൽ എഴുതിയേക്കുന്നത്. അത് കാണുന്നത് നമ്മുടെ സരിയുവിന് ദേഷ്യം വരും കേട്ടോ. സരിയു ആ ലെറ്റർ ആയിട്ട് നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് ഷാരിനെ കാണിക്കാനായിട്ട്. ആ ലെറ്റർ ഷാരി വായിച്ചു നോക്കാണ്. ശേഷം നമ്മുടെ സരിയു പണ്ട് വായിച്ചില്ലേ അവരെഴുതിയത്. എന്നിട്ടിപ്പോ താര എവിടെ പോയിട്ടാവും മോളെ? ഇനി കിരണിന്റെയും കലന്റെ വീട്ടിൽ പോയി കാണുമായിരിക്കോ, അത് ചന്ദ്രസേനന്റെയും രൂപയുടെയും വീട്ടിൽ പോയി കാണുമായിരിക്കോ? ഇങ്ങനെയാണെങ്കിൽ അവൾ സത്യങ്ങളൊക്കെ അവരോട് പറയുമല്ലോ. അവരോട് പറയും. പക്ഷെ അവരെ കണ്ടുപിടിച്ച് അവരെ കൊല്ലും ഞാൻ. അല്ല എന്നാലും താര എവിടെയായിരിക്കും പോയിട്ടുണ്ടാവാ? എവിടെ പോനാ? വല്ല അമ്പലനാട്ടിൽ പോയിട്ട് ഭജന ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. അവരാണെങ്കിൽ ഭക്ഷണവും കിട്ടുമല്ലോ. അപ്പൊ അവിടെ തന്നെ കഴിയാന്നായിരിക്കും വിചാരിച്ച. അവർക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തോണ്ട് എല്ലായിടത്തും മുൻഗണന കിട്ടുമല്ലോ. അവരെന്നെ പറ്റിച്ചു, ചതിച്ചു. കല്യാണിക്ക് ജ്യൂസ് കൊടുത്തെന്ന് പറഞ്ഞു, എന്നെ സന്തോഷിപ്പിച്ച് ചതിച്ചു. അവര് പോയി. ഇനി ആരുടെ സഹായവും എനിക്ക് വേണ്ട. എനിക്കറിയാം കല്യാണിനെ കൊല്ലാനായിട്ട്. കല്യാണിനെ കൊന്നിട്ട് കിരൺ എന്നെ കണ്ടുപിടിക്കട്ടെ. എന്റെ ജീവിതത്തിൽ എനിക്ക് 2 ടാർഗറ്റേ ഉള്ളൂ. ഒന്ന് കല്യാണി എന്ന് പറഞ്ഞവളും പിന്നെ ആ മനോഹർ എന്ന് പറഞ്ഞവരും. ഈ 2 പേരും കൊന്നിട്ട് ഒന്നില്ലെങ്കിൽ ഞാൻ ജയിലിൽ പോകും, അല്ലെങ്കിൽ കിരണ് എന്റെ അച്ഛനെ കൊന്ന് അച്ഛനെ കൊണ്ടുപോയി കാട്ടിലെ മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുത്ത പോലെ എന്നെയും കൊന്ന് കാട്ടിലെ മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുക്കുമായിരിക്കും. എങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും എനിക്ക് കല്യാണി എന്ന് പറഞ്ഞവളെ കാണണ്ട. മുമ്പ് കിരണും കല്യാണിയും കൂടി ഒന്നായ സമയത്ത് ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചതാണ്. മുമ്പ് തൊട്ട് അവനെ ആരെയും നോക്കുന്നതും സംസാരിക്കുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിന് ഞാൻ അവനെ ഒരുപാട് വഴക്ക് പറയായിരുന്നു, ഒരുപാട് തല്ലിയിട്ടുണ്ട്, ഒരുപാട് പിച്ച് നോവിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവനോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ അവൻ അതൊക്കെ ഇറിറ്റേഷനായി. ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ തിരുത്താൻ നോക്കി. ഞാൻ തിരുത്തില്ലായിരുന്നു. എന്നിട്ട് ആ സമയത്ത് ആ കല്യാണി വന്നത്. എന്നിട്ട് അവൾക്ക് നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി അവന്റെ മനസ്സും വയറും നിറയിപ്പിച്ചു കൊടുത്തു. അതിനിടയ്ക്ക് അവളുടെ ഒരു കഥ, കിരൺ ചെറുപ്പത്തിൽ മരിക്കാൻ പോയപ്പോ അവള് സഹായിച്ചു എന്ന്. പിന്നെ അവൾ സൈക്കിളിലോട്ട് വീണപ്പോ കിരൺ അവളുടെ അടുത്ത് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കഥയും. അതൊക്കെ വെറുതെ ഉണ്ടാക്കിയ കഥയാണ്. എനിക്കറിയില്ലേ. എന്തായാലും കല്യാണി ഇനി ജീവനോടെ വേണ്ട. കല്യാണി ഇനി കൊല്ലാൻ പോണത് ഞാൻ തന്നെയാണ്. ഇനി ആരുടെ സഹായവും എനിക്ക് വേണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണോന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.